ഹലോ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് PS സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചുമ്മാ കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ല് പോവാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ എത്തുമെന്നൊന്നും അറിയില്ല, എവിടം വരെ പോകുന്നൊന്നും അറിയില്ല നമുക്ക്. സോ ഹിയർ സ്റ്റാർട്ട്സ് ടുഡേയ്സ് വ്ലോഗ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പക്ഷെ നമുക്ക് വഴിയിൽ നിന്ന് രണ്ടുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മേഘയും വിവിനും. ഹലോ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ അടിയിലായിട്ടുള്ള ഹംഗ്രി മൃണാൽ എക്സ്പ്രസ്. ബിരിയാണി നല്ലതാണ്, കഴിച്ചിട്ട് പോവാൻ. നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുവായിരിക്കും. നമ്മുടെ ബിരിയാണി വന്നു, അടിപൊളി ബിരിയാണിയാണ്. ഇനി കഴിച്ചിട്ട് ബാക്കി. ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇല്ലിക്കക്കൽ പോകുന്ന വഴിക്കാണ് കട്ടിക്കയം വാട്ടർഫോൾസൊക്കെ ഉള്ളത്. അപ്പോൾ ആ വാട്ടർഫോളും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കട്ടിക്കയത്തേക്ക് പോന്നു. കോട്ടയം ജില്ലയിലാണ് ഞാൻ ഈ പറഞ്ഞ ഇല്ലിക്കൽ കല്ലും കട്ടിക്കയം വെള്ളച്ചാട്ടം എല്ലാം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ സുരക്ഷിതമായിട്ടൊക്കെ പോയി വരാൻ ശ്രമിക്കുക പോകുന്നവരൊക്കെ. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു അരുവി കണ്ടു. അപ്പം നമ്മളിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കട്ടിക്കയം പോകുന്ന വഴിയാണ്. ഇൻ ബിറ്റ്വീൻ പോകുന്ന വഴിക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പുഴയാണ് ആക്ച്വലി. പക്ഷെ വെള്ളമൊന്നും ഇല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. മൊത്തം ഹെയർ പിൻ വളവുകളുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ ഈ റോഡൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ അതാ ദൂരെ ഒരു മല കാണുന്നുണ്ട്. അതാണ് ഇല്ലിക്കൽ കല്ല് എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും നമുക്ക് പോയി നോക്കാം. മൂന്നിലാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം. ആ റോഡ് നേരെ പോവുകയാണെങ്കിൽ ഇല്ലിക്കൽ കല്ല് എത്തുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യം വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഈ റോഡിലൂടെ അങ്ങനെ വെള്ളച്ചാട്ടം ലക്ഷ്യം വെച്ച് പോവാണ്. നമ്മളങ്ങനെ കട്ടിക്കയത്തെത്തി. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് ആക്ച്വലി, കാരണം നമ്മൾ കുറച്ച് അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പോയിട്ട് കാണാം. കട്ടിക്കയം വെള്ളച്ചാട്ടം പക്ഷെ വേനലായതുകൊണ്ട് വെള്ളമില്ല. പക്ഷേ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ടൈം ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. പിന്നെ ശ്രദ്ധിക്കണം, മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈറ്റ് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സൂക്ഷിച്ചൊക്കെ വരിക. പക്ഷെ അടിപൊളി സ്ഥലമാണ്. കാട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്താണിത്. ഇതിനകത്ത് താഴത്തേക്ക് ഇറങ്ങിപ്പോയാലാണ് നമുക്ക് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ പറ്റുക. ഇത്രയും താഴെ ഇറങ്ങിയിട്ട് വേണം മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ഇറങ്ങാനുണ്ട്.
അപ്പം ഇത്രയും വലിയ മല നമ്മൾ ഇറങ്ങിയിട്ടാണ് മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് വരിക. ഇപ്പം വെള്ളമില്ല, അപ്പം അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മഴക്കാലമൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും വ്യൂ ഒക്കെ. അപ്പം എന്തായാലും മഴക്കാലത്ത് ഒന്നും കൂടെ നമുക്ക് നോക്കണം. അപ്പം നമ്മൾ ഇത്രയും മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ക്ഷീണിച്ചു. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് വരുന്നവര് ഒരു ബോട്ടിൽ 2 ബോട്ടിൽ വെള്ളം കൂടെ കൊണ്ടുവന്ന് നല്ലതായിരിക്കും. ഈ സ്ഥലം വന്ന ഇതാണ് അവസ്ഥ. കണ്ട് തിരിച്ചിനി നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. കുറച്ചധികം കയറാനുണ്ട്. കാണുന്ന മല മുഴുവൻ നമ്മൾ കയറി മേലിട്ടു. കട്ടിക്കായെല്ലാം കണ്ട് നമ്മൾ തിരിച്ചതാ ഇല്ലിക്കൽ കല്ലിലേക്ക് പോവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഒരു 3 to 4 kilometers അത്രേ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒരെണ്ണമാണ് ഇല്ലിക്കൽ കല്ല്. ഇതിന് ഏകദേശം 4000 അടി ഉയരമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട് സിനിമയിൽ പറയുന്ന നീലക്കൊടുവിയിലൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ചുമ്മാ മിത്താണതൊക്കെ. അപ്പം നമ്മൾ കട്ടിക്കയം വാട്ടർഫോൾ കണ്ടിട്ട് അവിടുന്ന് ഒരു 3 to 4 kilometers ആണ് നമ്മൾ ഇല്ലിക്കക്കല്ല് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കുറച്ച് കയറി പോകണം. നമ്മുടെ ജീപ്പ് സർവീസ് ഒക്കെ നമുക്ക് ചോദിച്ച് നോക്കാം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് പോയി നോക്കാം. ജീപ്പിലാണ് പോകുന്നത് മേലോട്ട്. അപ്പം ഒരാൾക്ക് 59 rupees ആണ് അങ്ങോട്ടുള്ള എൻട്രി ഫീ പ്ലസ് ജീപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പാർക്കിങ്ങിനും ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ, 4 വീലർ ആയാലും 2 വീലർ ആയാലും. ഈ കുറച്ച് കുന്നം കയറാൻ പോവാണ്. നമുക്ക് നോക്കാം. കാണുന്നതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റും. അപ്പം ഇതിന്റെ അപ്പുറത്തെ സൈഡ്, അതായത് ഇപ്പൊ ആ കല്ല് കാണുന്നതിന്റെ ബാക്ക് സൈഡിലും ആളുകളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് വരാൻ പറ്റും. പക്ഷെ നമുക്ക് അതിലുള്ള വഴി അറിയില്ല. കുറച്ച് കയറി തണുപ്പൊക്കെ വന്ന് കാറ്റുണ്ട്. അതുപോലെ മഞ്ഞ് പോലെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വരിക.
ഇല്ലിക്കക്കല്ലിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. കുറച്ച് കയറാനുണ്ട്, ക്ഷീണിച്ചു. അപ്പം ഇതാണ് ഇല്ലിക്കൽ കല്ല്. ഭയങ്കര ഈ ഒരു സമയത്ത് വരുന്നതാണ് ഇവിടെ ഏറ്റവും നല്ലത്. ബിക്കോസ് ഈവനിങ് ടൈം ആകുമ്പം നല്ല തണുപ്പും നല്ല കാറ്റും അതുപോലെ തന്നെ കോടയൊക്കെ കാണാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരാൻ അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ജീപ്പ് കയറി വരുന്ന കാണുന്നത് നമ്മൾ അതുപോലെയാണ് നമ്മൾ കൊണ്ടുവരും ഇങ്ങോട്ടേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നടന്നു കയറണം. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന വ്യൂ പോയിന്റിൻ്റെ അപ്പുറത്തെ സൈഡിലും ആളുകളെ നമ്മൾ കണ്ടിരുന്നല്ലോ നേരത്തെ. അതിലെയും നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് വരാൻ പറ്റും. പക്ഷെ അതൊരു വേറെ വഴിയാണ്. അത് കുറച്ചുകൂടെ ട്രക്കിംഗ് ഒക്കെ നടന്ന് കയറാനൊക്കെ ഉള്ള ഒരു വഴിയാണ്. ഇതുപോലത്തെ സേഫ്റ്റി കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പം അതിലേ വരുവാണെങ്കിലും എല്ലാവരും വളരെ ശ്രദ്ധയോടെ വരിക. ഈ മനോഹരമായ സൺസെറ്റും അതുപോലെ തന്നെ ഈ കോടയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുക. ഒരു 6 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. വീണ്ടും ജീപ്പിൽ കയറിയിട്ടാണ് താഴത്തേക്ക് വരുന്നത്. അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് നമുക്ക് കാണാം ആ ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മൾ കയറിയ വ്യൂ പോയിൻ്റാണ് കാണുന്നത്. പിന്നെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ ആകാശവും മാനം മുട്ടി നിൽക്കുന്ന മലകളും ആ തണുപ്പും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ജീപ്പ് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള ആ സ്ഥലത്തേക്കാണ്. താഴെയുള്ള ചേച്ചിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ ഓരോ ഓംലെറ്റും അതുപോലെ തന്നെ നല്ല ചൂട് കട്ടൻ ചായയൊക്കെ കഴിച്ച് അങ്ങനെ പയ്യെ ഇരുന്നു കുറച്ച് നേരം. അതെ, ചേച്ചീനൊക്കെ സിനിമയിലെടുത്തു.